ഹായ് അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് തൊടിയിലേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഓർക്കാപ്പിളി ഇതാ നന്നായിട്ട് തന്നെ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ മൊത്തമായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓർക്കാപ്പിളിക്ക് ഇലിമ്പുളി എന്ന് പേര് പറയും കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഓർക്കാപ്പിളി എന്ന് പറയാം. അപ്പോൾ ഈ ഓർക്കാപ്പിളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കുറച്ചൊന്ന് മൂത്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് കൊഴിഞ്ഞ് പോകാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, കുറച്ച് ഇതെടുത്തിട്ട് നമുക്ക് അച്ചാർ റെഡിയാക്കാം. അപ്പോൾ ഈ എലുമ്പുളിയും മാങ്ങയും രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഇതേ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാനും എൻ്റെ മോനും കുറച്ച് എലുമ്പുളി എടുക്കുകയാണ്. ഈ ഒരു ഓർക്കാപ്പിളി വെച്ചിട്ട് ജ്യൂസൊക്കെ റെഡിയാക്കി എടുക്കും കേട്ടോ. ലൈമൊക്കെ അടിക്കുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസൊക്കെ റെഡിയാക്കി എടുക്കും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡാക്കി തരുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ, നന്നായിട്ട് തന്നെ മൂത്തിട്ടുള്ള ഓർക്കാപ്പിളിയാണ് കേട്ടോ. നമുക്ക് കുറച്ച് മാത്രം മതി, മാങ്ങയും കൂടെ കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഓർക്കാപ്പിളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം മൂത്ത് പഴുക്കാനായ രൂപത്തിലാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. പേരൊരു പരിവാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ ഒരു വലിയ സൈസിലുള്ള 5 പച്ചമാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ കഴുകി വരാം. അപ്പോൾ ഇതാ 2 ഐറ്റംസും നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ആ ഒരു ഓർക്കാപ്പിളിയുടെ ഞെട്ടുണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് വേണം കഴുകിയിട്ട് എടുക്കാൻ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് രണ്ടും അച്ചാറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഓർക്കാപ്പിളി ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്, കാണിച്ചു തരാം. അത് ഓവർ വലിപ്പമൊന്നും വേണ്ട, ചെറിയൊരു തിക്നെസ് മതി കേട്ടോ. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. ഇത് കട്ട് ചെയ്യാൻ നല്ല സിമ്പിളാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ സീഡുണ്ട്, പക്ഷേ സോഫ്റ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് അധികം കട്ട് ചെയ്യാനൊന്നും പണിയില്ല കേട്ടോ. കണ്ടല്ലോ, ഈ രീതിയിൽ നമുക്ക് മൊത്തമായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അതുപോലെ തന്നെ മാങ്ങയും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഓർക്കാപ്പിളി മൊത്തമായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി മാങ്ങയും കൂടെ കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ ഓർക്കാപ്പിളിയും മാങ്ങയും കൂടെ കട്ട് ചെയ്തിട്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതാണ് കേട്ടോ. രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ അച്ചാർ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ചാറൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഉപ്പൊക്കെ വേണ്ടി വരും. അപ്പോൾ ആദ്യം 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം അച്ചാർ പൊടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അച്ചാർ പൊടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മുളക് പൊടി ഉണ്ടല്ലോ, സാധാ മുളക് പൊടി, അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നല്ലൊരു കളർ കിട്ടാനാണ് കേട്ടോ. ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം സാധാ മുളക് പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ ഒരു മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അച്ചാർ ഉണ്ടാക്കി വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒരു അരമണിക്കൂർ അവിടെ നിന്നോട്ടെ. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അച്ചാർ റെഡിയാക്കി എടുക്കാനായി തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ സുർക്കയൊക്കെ തിളപ്പിച്ചിട്ടല്ലേ എടുക്കുക. അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ ഒരു കറുപ്പ് കളറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ മാക്സിമം പഴയ തന്നെ എടുത്താൽ മതി. ഇനിയിപ്പോൾ ഒന്ന് ചൂടായി വരുന്ന സമയത്തിലേക്ക് അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1/2 കപ്പോളം നല്ലെണ്ണ എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്തിൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 3/4 ടീസ്പൂണോളം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ടും നന്നായിട്ട് തന്നെ പൊട്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതാ ഇതിവിടെ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ഉണ്ടാകും, ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. അപ്പോൾ അതാ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത്
ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കടുകും ഉലുവയും നന്നായിട്ട് മുഴുവനായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രമേ മുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുവരെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ മുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് രണ്ടും ആ ഒരു പച്ചമണം മാറുന്നത് വരെ എണ്ണയിലിട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതിവിടെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ മൂത്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു പച്ചമുളകിൻ്റെ ഒക്കെ ഒരു കുത്തലുണ്ടാവും കേട്ടോ. മുളക് പൊടിയുടെ ഒക്കെ ഒരു കുത്തൽ നമുക്ക് അച്ചാറിന് ഫീൽ ചെയ്യും. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓർക്കാപ്പിളിയും മാങ്ങയുണ്ടല്ലോ, അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാനിപ്പോൾ പകുതി ഭാഗം മാത്രമേ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. അതിനുശേഷം ബാക്കി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുക കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് സുർക്കയാണ് കേട്ടോ. വിനിഗർ ഉണ്ടല്ലോ, സുർക്ക, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം തോനെ ചേർത്ത് കൊടുക്കണം. ആ ഒരു ഐറ്റംസ് എത്രയുണ്ടോ ആ ഒരു പാകത്തിന് തന്നെ വിനിഗർ ചേർത്ത് കൊടുക്കുക. വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. വെള്ളമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോകും. അപ്പോൾ ഇനി ഇത് ആ സുർക്കയിൽ കിടന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നിപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഇതൊരു ടിപ്പാണ് കേട്ടോ, നല്ല ടേസ്റ്റ് കൂടാൻ ഒരു ചെറിയ പീസ് ശർക്കര ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ശർക്കരയുടെ ചെറിയൊരു മധുരം കൂടെ വരുമ്പോൾ അച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ടൈം തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കാരണം കേടാവാതിരിക്കാനും അതുപോലെ തന്നെ എനിക്കിത് വെന്ത് കുറച്ചൊന്ന് ഉടഞ്ഞി വരുമ്പോഴാണ് കേട്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഇഷ്ടമില്ലാത്തവരാണ്, ഓവർ അതിലുള്ള ഐറ്റംസ് ഒന്നും ഉടഞ്ഞിട്ട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്കത് കുറച്ച് ടൈം ഒന്ന് തിളപ്പിച്ചെടുത്താൽ തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഞാനിപ്പോൾ ആ മാങ്ങയൊക്കെ ഒന്ന് കുക്കായിട്ട് ഉടഞ്ഞി വരുമ്പോൾ നല്ല തിക്കായിട്ടുണ്ടാവുമല്ലോ, ആ ഒരു രീതിയിലാണ് കേട്ടോ റെഡിയാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ അതിപ്പോൾ ഓവർ ഉടഞ്ഞി പോകണ്ടെന്നുള്ളവരാണെങ്കിൽ ഈ ഒരു ടൈമുണ്ടല്ലോ, ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അപ്പോൾ ആ മാങ്ങയും ഓർക്കാപ്പിളിയും ഒക്കെ നമുക്ക് പീസായിട്ട് കട്ടാക്കിയ ഓരോ പീസും അതിൽ കാണാനുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ടൈമും കൂടെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ മാങ്ങ നന്നായിട്ട് തന്നെ ഉടഞ്ഞിട്ടുണ്ടാകും. ഓർക്കാപ്പിളി അവിടെ ഉണ്ടാകും കേട്ടോ. ഓർക്കാപ്പിളി പെട്ടെന്ന് തന്നെ ഉടഞ്ഞൊന്നും പോയില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ കുപ്പിയിലൊക്കെ ആക്കിയിട്ടെടുക്കാൻ. അപ്പോൾ ഈ സുർക്കയിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അച്ചാർ പെട്ടെന്നൊന്നും കേടായി പോവില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനിപ്പോൾ ഒരു ടിന്നിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വലിയൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിന്നിലും കൂടെ എടുത്താൽ മതിയിട്ട്. അപ്പം മൊത്തമായിട്ടും കേടാവാതിരിക്കും. എന്നിട്ട് ഈ വലിയ ടിന്നുണ്ടല്ലോ അത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഫ്രിഡ്ജിൽ അച്ചാർ വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കേടാവാതിരിക്കും. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ള ചെറിയൊരു ബോട്ടിലിൽ അതിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. ബാലൻസ് ഉള്ളത് ഫ്രിഡ്ജിൽ നിന്ന് വെച്ച് കൊടുക്കുക. എന്ന രീതിയിലാകുമ്പോൾ അച്ചാർ ഒരു കേടും ഉണ്ടാവില്ല കേട്ടോ. നിൽക്കുന്നത്തോളം ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, ആ മാങ്ങയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ളൊരു അച്ചാർ കിട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. ആ ഒരു മാങ്ങയുടെയും ഓർക്കാപ്പിളിയുടെയും പുളിയും എരിവും പിന്നെ നമ്മുടെ ശർക്കര ഇട്ടല്ലോ അതിൻ്റെ ആ ഒരു ചെറിയൊരു മധുരവും ഒക്കെ കൂടുമ്പോൾ
അടിപൊളി അച്ചാറാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതിയാകും. വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും നമുക്ക് അച്ചാറുണ്ടായാൽ തന്നെ ഒരുപാട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ടല്ലോ ഞാനിപ്പോൾ എടുത്തത് 1 ബോട്ടിൽ കണക്കായിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തമായിട്ട് തന്നെ ഫില്ലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് അച്ചാർ റെഡിയാക്കി നോക്കുക. ഇരുമ്പുളി ഓർക്കാപ്പുളിയൊക്കെ കയ്യിലുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വേണ്ടല്ലോ, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.